ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നൊയമ്പിൻ്റെ 23 ദിവസത്തെ ചിന്തയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വിഷയം നിത്യതയുടെ ഇടുക്കുവാതിൽ എന്നതാണ്. അതിനെ കുറുവാക്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം കൺക്ലൂഷനായിട്ട് കർത്താവ് പറഞ്ഞ് തുടങ്ങുന്ന വാക്യമാണ്. മത്തായി 7:13 മുതൽ 14 വാക്യം. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പലപ്പോഴും തിരുവചനത്തിലെ യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത് അപ്രായോഗികമായ എന്തോ ആണ്, അല്ലെങ്കിൽ ലഭിക്കുവാനൊരു ചാൻസും ഇല്ലാത്ത എന്തിനോ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു എന്ന തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് പ്രവേശനം ലഭിക്കും എന്ന ഒരു ഉറപ്പുമില്ലാത്ത ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥിയായി സാധാരണ വിശ്വാസികൾ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയുവാനായിട്ട് പറ്റുകയില്ല. അത് മുതലെടുക്കുന്ന തന്ത്രശാലിയായ സാത്താൻ ഈ വാതിൽ കടക്കുവാൻ എന്നെയും കൊണ്ട് പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ യേശുവിൽ കൂടിയുള്ള രക്ഷയിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു വിഷയം ആണ് നിത്യതയുടെ ഇടുക്കുവാതിൽ എന്ന ഇന്നത്തെ ചിന്താവിഷയം. എല്ലാ മനുഷ്യർക്കും അന്തിമമായ 2 ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ: നിത്യനാശവും നിത്യജീവൻ. ഈ വാക്യത്തിന് മുമ്പുള്ള വാക്യങ്ങളിൽ കൂടി നല്ലവനായ തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദാരമതിയായ പിതാവിനെയാണ് കർത്താവ് വരച്ച് കാട്ടുന്നത്. ഒരപ്പൻ മക്കളോട് പറയുന്നത് പോലെ കർത്താവ് പറയുകയാണ്: യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവനെ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവനെ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. ഈ വാക്യം വായിക്കുന്ന ഒരുവന് ജീവിതത്തിൽ ഒരു വലിയ പ്രതീക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെ നിത്യതയിലേക്ക് അല്ലെങ്കിൽ നിത്യജീവങ്കിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമെന്നും, കർത്താവ് ഇത്രയും കാരുണ്യവാനാകയാൽ ഞാൻ രക്ഷപ്പെടും എന്നും കരുതിയ ഒരു വിശ്വാസിയോട്, അല്ലെങ്കിൽ എൻ്റെ രക്ഷ ഉറപ്പാണെന്ന് വിചാരിക്കുന്നവരോട് കർത്താവ് പറയുന്നു: ഇവിടെ ഒരു ആൾ പാസും മോഡറേഷനും ഒന്നുമില്ല കേട്ടോ. കാരണം ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇടുങ്ങിയ വാതിലിൻ്റെ ഉപമ പഠിപ്പിക്കുന്ന യേശു പറയുന്നത് എത്ര പേർ പ്രവേശിക്കുമെന്നത് അപ്രസക്തമാണെന്നും രക്ഷയ്ക്കുള്ള മാർഗവും നിത്യജീവൻ്റെ വഴിയും ക്ലേശകരമാണെന്നുമാണ്. ആ ഇടുങ്ങിയ വാതിൽ ക്രിസ്തു തന്നെയാണ് എന്ന് യോഹന്നാൻ 10:9 യേശു വ്യക്തമാക്കിയാണ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇടുങ്ങിയ വാതിൽ നല്ലവനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ വാതിലാണ്. അതുപോലെ ക്രിസ്തു ആകുന്നു നിത്യതയിലേക്കുള്ള ഏക വാതിലെന്നും കണ്ടെത്തുന്നവർ വളരെ ചുരുക്കവും എന്നും അവൻ ഇവിടെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യർക്ക് ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷയുമില്ല എന്നറിഞ്ഞ് യഥാർത്ഥമായി നിത്യതയ്ക്കായി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ ക്ഷമയും കാരുണ്യവും ലഭിക്കും. ഇവിടെ നമുക്ക് സന്തോഷം പകരുന്ന ഒരു സത്യം എന്തെന്നാൽ, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം ചെറുതും ഇടുങ്ങിയതുമാണെങ്കിലും അത് എല്ലാവർക്കുമായിട്ട് തുറന്നിട്ടിരിക്കുക എന്നതാണ്. അതുപോലെ ക്രിസ്തുവാകുന്ന രക്ഷയുടെ വാതിൽ ഇടുങ്ങിയതെങ്കിലും അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെയും ദൈവകാരുണ്യത്തിൻ്റെയും വാതിലാണ്. അതിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണെങ്കിലും ആ വഴി കടപ്പാൻ അവൻ നമ്മളെ സഹായിക്കും. അത് നമ്മെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധ്യമല്ല എന്ന് അവനറിയാം. അതിനാൽ നീ യാചിക്കുന്നുവെങ്കിൽ നിനക്ക് അത് ലഭിക്കും. അത് കണ്ടെത്തുവാൻ നീ അന്വേഷിക്കുന്നുവെങ്കിൽ നീ അത് കണ്ടെത്തും. അത് തുറക്കുവാനായിട്ട് നീ മുട്ടുന്നുവെങ്കിൽ അത് തുറക്കും എന്നാണ് മുമ്പുള്ള വാക്യങ്ങളിൽ നാം വായിച്ച് കേട്ടത്. ആ വഴിയിൽ ഓരോ ഞെരുക്കളും കൂടി നാം കടന്നു പോകേണ്ടി വരുമ്പോഴും അവൻ്റെ കൃപ നമ്മെ പൊതിയും. അങ്ങനെ ആ വഴിയും വാതിലും കടപ്പാൻ അവൻ നമ്മളെ പരിശീലിപ്പിക്കും. ആ നിത്യത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. പാപികളും ബലഹീനരുമാണെങ്കിലും നമ്മൾ ക്ഷമിക്കുവാനും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തി നമ്മളെ ആശ്ലേഷിച്ച് സ്വീകരിക്കുവാനും ദൈവം കാത്തിരിക്കുന്നു. ക്രിസ്തു നമുക്കായി തുറന്നു വച്ചിരിക്കുന്ന ഇടുങ്ങിയ വാതിലിലൂടെ കടപ്പാൻ നമ്മൾ ആ വാതിലിന് അനുരൂപപ്പെടണം. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന്
ഇന്ത്യൻ റെയിൽവേയുടെ ടാഗ് ലൈനിൽ കാണും പോലെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ലോകത്തിൻ്റെതായുള്ള ചില പാണ്ടക്കെട്ടുകൾ പാടെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച് നമ്മൾ മാനസാന്തരം കടന്നു വരുമ്പോൾ ആ വാതിലിന് നമ്മെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന ചങ്ക് പിടിച്ച് ഉലയ്ക്കുന്നതായിട്ടുള്ള ഇതിനോട് സാമ്യമുള്ള ഒരു സുവിശേഷ ഭാഗം ലൂക്കോസ് 13:23-27 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരുത്തൻ അവനോട്, കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയും. വീട്ടുടയവൻ എഴുന്നേറ്റ് കഥ കടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന്, കർത്താവെ, തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിനെ മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്നുവെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. അന്നേരം നിങ്ങൾ, നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അവനോ, നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ ഉള്ളവരെ എന്നെ വിട്ട് പോകുവീൻ എന്ന് പറയും. ഇവിടെ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നതിന് നമുക്ക് നമ്മോട് തന്നെ ഒരു പോരാട്ടം ആവശ്യമാണെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. ഒരു പടയാളിയെപ്പോലെ അച്ചടക്കവും തോറ്റുകൊടുക്കുവാൻ ഇഷ്ടപ്പെടാത്ത പോരാട്ട വീര്യവും നമ്മളിൽ കാത്തു സൂക്ഷിക്കണം. ഒരു പടയാളി തോറ്റാൽ അവൻ്റെ മരണമാണ്, ജയം അവന് അനിവാര്യമാണ്. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ആത്മീയ അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകതലത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് നാം വായിക്കും. ഒരു ജീവിതകാലം മുഴുവൻ അവൻ്റെ വചനം പഠിച്ച് കർത്താവിനെ സ്നേഹിച്ച് തിരുമേശയിൽ പങ്കുചേർന്ന് ദൈവിക വേലയിലെ ജീവിതത്തിന് നല്ലൊരു പങ്കും സമയം ചെലവഴിച്ച ഒരു വ്യക്തിക്ക് നിത്യതയുടെ വാതിൽ കടപ്പാൻ യോഗ്യതയുണ്ടെന്ന് സ്വയം ഉള്ളിൽ ന്യായീകരിക്കുമ്പോൾ ഇവിടെ യജമാനൻ നമുക്കെതിരെ വാതിൽ കോട്ടിയടയ്ക്കുന്നുവല്ലോ എന്ന് നാം ചിന്തിച്ചേക്കാം. അതിലുപരിയായിട്ട് നിങ്ങൾ എവിടെ നിന്നെന്ന് ഞാൻ അറിയുന്നില്ല എന്ന വാക്ക് എത്ര വേദനാജനകമായ വാക്കാണ്. അവിടുന്ന് നല്ലവനും സ്നേഹസമ്പന്നനുമാണെങ്കിൽ എന്തിനാണ് വാതിൽ അടയ്ക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. കാരണമുണ്ട്, ജീവിതം ഒരു റിയാലിറ്റി ഷോയോ ഗെയിമോ ചൂതുകളിയോ ഒന്നുമല്ല. അത് നൈമിഷ്യവും പരമമായ ലക്ഷ്യങ്ങളുമുള്ളതാണ്. വെറും ലാഘവത്തോടെ കാണേണ്ടതല്ലത്, ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടതാണ്. ഇവിടെ ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങുവാനായിട്ട് ദൈവം നമുക്കൊരു നിശ്ചിത സമയം നൽകുന്നു എന്നതാണ് കാര്യം. അതിനുശേഷം ന്യായവിധിയുടെ സമയം കടന്നു വരുന്നു. വാതിലടച്ച ശേഷം ഒരു ഒത്തുതീർപ്പിനും ഇടവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീ ഒരുങ്ങേണ്ടതും വാതിൽ കടക്കേണ്ടതും ഈ ലോകത്തിൽ വെച്ച് തന്നെയാണെന്ന് നമ്മൾ മറന്നുപോകരുത്. വാതിലെപ്പോൾ അടയുമെന്ന് ആർക്കും പ്രവചിക്കുവാനായിട്ട് സാധ്യമല്ല. എന്നാൽ ദൈവസ്നേഹത്തിൽ വിലയം പ്രാപിച്ച വിശുദ്ധന്മാർ പലരും കടന്നിട്ടുള്ള രക്ഷയുടെ വാതിലാണിത്. യേശു തന്നെ ഒരിക്കൽ സാത്താനെ എന്ന് വിളിച്ച യേശുവിനെ തള്ളിപ്പറഞ്ഞ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം തൻ്റെ മറ്റു ശിഷ്യന്മാരെ കൂട്ടി മീൻ പിടിക്കുവാനായിട്ട് പോയ പത്രോസിൻ്റെ കൈകളിലാണ് അവൻ അതിൻ്റെ താക്കോലും കൊടുത്തതെന്ന് നമ്മൾ മറന്നു പോകരുത്. അവൻ അത്രത്തോളം കാരുണ്യവാനാണ്. യഥാർത്ഥമായ സ്നേഹമാണ് രക്ഷ. അതുതന്നെയാണ് ആ വാതിൽ. രക്ഷയുടെ വാതിൽ ഇടുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ തന്നെത്താൻ ചുരുക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വാതിലാണ്. ഈ ചെറിയ വാതിൽ കൂടി അകത്ത് കടക്കുവാനായിട്ട് യേശു ഒരു കുറുക്കു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളോളം ചെറുതാകുക. നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം. എന്നെക്കൊണ്ട് ഇത് സാധ്യമോ എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ നാം പ്രതി സ്നേഹത്തെ തന്നെയാണ് സംശയിക്കുന്നത്. കാരണം അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവാണ്. പിതാവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ്റെ മുമ്പിൽ ദുർഘടമായ ജീവിതപാത ഒരുക്കി ഒരു പിതാവും അത് ദുസ്സഹമാക്കി മാറ്റുകയില്ല. മറിച്ച് തൻ്റെ അടുത്ത് എത്തുവാനായിട്ട് അവനെ സഹായിപ്പാൻ മാത്രമേ ഏത് പിതാവും ശ്രമിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ യേശു മുമ്പോട്ട് വെച്ച ഞെരുക്കത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മുടെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുവാനും ദുസ്സഹമാക്കുവാനും വേണ്ടിയുള്ളതല്ല, മറിച്ച് നമ്മെ സ്വതന്ത്രരാക്കാനുള്ളതാണ്. നിത്യതയുടെ ഈ വഴി ഇടുക്കവും ഞെരുക്കമുള്ളതാണെന്ന് പറയുമ്പോഴും ആന്തരികമായിട്ട് ഒരു വിശാലമായ ഒരു രാജവീതിയാണ്. പുറമേ നിന്ന് നോക്കുന്നവർ ഞെരുക്കത്തിൻ്റെ വ്യവസ്ഥകൾ ഇവരെ ഞെരുക്കളയുമെന്ന് വിചാരിക്കുമ്പോഴും ഇടുക്കവും ഞെരുക്കവുമുള്ള ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ആന്തരികമായ ഒരു വലിയ വിശാലതയും സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവിച്ചറിയും. മറിച്ച് ശരാശരി ക്രിസ്ത്യാനികളുടെ വഴിയിൽ കൂടി പുറമേ നിന്ന് നോക്കുമ്പോൾ വിലക്കുകളില്ലാത്ത വിശാലമായ വഴിയായിട്ട് തോന്നുമെങ്കിലും ആന്തരികമായ കൂറ്റപ്പുറം മൂലവും ബന്ധനങ്ങളുടെയും ഉപേക്ഷിക്കാൻ കഴിയാത്ത തൻ്റെ ഭാരം മൂലവും ഞെരുങ്ങി ജീവിക്കുന്നവനാണ്. അവൻ്റെ മുമ്പിലുള്ള വാതിൽ ഒരു മരീചികയാണ്. ക്രിസ്തുവാകുന്ന നിത്യതയുടെ വാതിൽ അവൻ നമുക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. നാം ഓരോരുത്തരും കടന്നു വന്ന് മുട്ടുന്നത് നോക്കിയിട്ട് നമുക്കായിട്ട് ആ വാതിൽ തുറക്കുവാനായിട്ട് തന്നോടൊപ്പമുള്ള അനന്തകാലത്തേക്കുള്ള വാസത്തിനായിട്ട് അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും
ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനധ്യാനത്തിൽ നിന്നും വിനിയോഗിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.